അപ്പോൾ ഗൈസ് നമ്മൾ കഴിഞ്ഞ ദിവസം കളിച്ച ഹൈഡ് ആൻഡ് സീക്കിന്റെ പാർട്ട് 2 ആണിത്. പക്ഷേ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് മാപ്പിനകത്താണ്. അതായത് ഈ ഗെയിമിനകത്ത് തന്നെ മൈൻക്രാഫ്റ്റിന്റെ മാപ്പ് ഉണ്ട്. സോ അതിനകത്താണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് അടിച്ചേക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ഹൈ പോയിന്റ്സും കൂടെ തന്നേക്കുക. ഇവിടെ ഇതിനകത്ത് എങ്ങനെ ഒളിക്കാനാടാ? ഞാൻ ഒളിക്കുവാടാ ഇതിന്റെ അകത്ത് എന്നെ ഒളിച്ചു കാണിക്കാവേ. എന്നെ ഒരു ഒന്നാം തരം ഒളിപ്പുണ്ട്. ഒന്നുമില്ലേ, ഇപ്പൊ കാണിച്ചു തരാവേ എന്തോ പണിയുന്ന്. എടാ ഇതിന്റെ അകത്ത് ഒരു പ്രത്യേകത ഉണ്ട്. ഇതിനകത്ത് ഒളിച്ചിരിക്കുന്ന സ്ഥലമല്ല, അടിക്കുന്ന പെയിന്റിനാ മോനെ പ്രത്യേകത. ആരോടായി പറയുന്നത്? പെയിന്റ് അടിക്കാൻ കഴിവില്ലാതെ വിഷമിച്ചിരിക്കുന്ന എന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറയാവൂ. കറക്റ്റ് പെയിന്റ് അടിച്ചാ നിങ്ങൾ രക്ഷപ്പെട്ട്. അല്ലെ പോയി മണ്ടത്തരം ഒന്നും കാണിക്കല്ലേ. ഞാൻ അങ്ങനെ മണ്ടത്തരം കാണിക്കില്ല. ആ തടിയിൽ എവിടാടാ വെള്ള കളർ? വെള്ള അടിച്ചു വെച്ചിട്ട് മണ്ടത്തരം കാണിക്കത്തില്ലെന്ന്. എന്നിട്ട് ഓവർ കോൺഫിഡൻസ് ഉണ്ടില്ലേ? എനിക്ക് പെയിന്റ് അടിക്കാൻ കഴിവില്ലാത്തതിന്റെ ആണോ? ഇത് എന്താണിത്? എനിക്ക് എന്തിന്റെ ആവശ്യമായിരുന്നു? ചോദിക്കണ്ടായിരുന്നു. പറ്റൂലടാ, നീ എന്നെ ഇനി കിട്ടത്തില്ല. ഞാൻ അതുപോലെ പെയിന്റ് അടിച്ച് വെച്ചേക്കുവാ. അടിക്കാണോ നീ ഇങ്ങനെ അടിക്കാനും വേണ്ടിട്ട് ഞങ്ങൾ ആദ്യം ഞങ്ങളെ ഒന്ന് പെയിന്റ് അടിക്കട്ടെ. എനിക്കൊന്ന് സമാനപ്പെടും. അതാ ഇവിടുത്തെ പെയിന്റ് കാര്യമായിട്ട് അടിക്കണം. പെയിന്റ് കാര്യമായിട്ട് അടിച്ചാലേ പറ്റുള്ളൂ. കിണ്ടി അടിച്ച പെയിന്റ് എല്ലാം ഊരിപ്പോയി. നിനക്കെന്നെ കിട്ടിയില്ലേ വലിയ നാണക്കേടാവും ചെറിയ. എനിക്ക് നാണക്കേടൊന്നുമില്ല. ഞാൻ എവിടെയും പോയി വീമ്പിളക്കാറൊന്നുമില്ല. എടാ ഞാനിപ്പോ ആരും അടുത്ത് പോലും ഇല്ല. ഇവിടെ പെയിന്റ് അടിക്കാൻ ഞാൻ എന്തോ കാണിക്കും ഇത്. നീ ചന്തിക്കൊക്കെ രണ്ട് പെയിന്റ് ഒക്കെ അടിച്ചോണ്ട് ഇതുവഴി നടന്നിട്ട് കാര്യമില്ല. ഇവിടങ്ങ് ഒരു കാര്യമില്ല, ഇവിടങ്ങ് ഒരു കിണയമില്ല. നിനക്ക് കിട്ടാനും പോകുന്നില്ല. എന്നെ ഞാൻ എന്റെ ശരീരം വിട്ട് ഇറങ്ങിയേക്കോ റെസ്പെക്ട് ചെയ്യാനായിട്ട്. എന്റെ ശരീരം ദാ കിടക്കും. ആര് കാണാനാ ഇതൊക്കെ? പെർഫെക്ഷൻ ആണ് എനിക്ക് വലുത്. ഇപ്പൊ കണ്ടോണം. ഓരോ കുഞ്ഞു കുഞ്ഞു പെർഫെക്ഷനും നമ്മൾ മാനേജ് ചെയ്തായിരിക്കും ചെയ്യുന്നത്. ഇതിപ്പോ ഭയങ്കര പ്രശ്നമായി. മിണ്ടുന്നില്ല, കാരണം ഞാൻ അവന്റെ അടുത്താ. നീ കണ്ട് പിടിക്കത്തിൽ തമ്പി കീഴിറങ്ങ്. ഇറങ്ങുപ്പാ. കണ്ടുപിടിച്ചെന്നെ. എടാ ഇനി നമ്മൾ ഒറ്റ കെട്ടായിട്ട് നിന്ന് സോളോ വിനറിനെ കണ്ടുപിടിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വിസിലടിക്കുന്നുള്ളൂ, ഞാൻ വെറുതെ ഒന്നുമല്ല. പിന്നെ വിസിലൊന്നും ഞങ്ങൾക്ക് ഇവിടെ കേൾക്കുന്നില്ല കേട്ടോ. അത് നിങ്ങൾ സ്പെക്ക് ചെയ്തോണ്ട് അടിക്കരുത്. നിങ്ങളുടെ ശരീരത്തിൽ പോയി അടിക്കണം, എന്നാലേ ഞങ്ങൾക്ക് കേൾക്കൂ. അയ്യോ ഉണ്ടെന്ന് എന്നെ കണ്ടുപിടിച്ചില്ലേ നിങ്ങൾ മണ്ടന്മാരാ കേട്ടോ. വേറെ ഞാൻ ചൂടും തരപ്പൊക്കെ പറഞ്ഞുതരാം. വേണോ? വേണ്ട, ഞങ്ങൾക്ക് കള്ളവേ പറഞ്ഞു തരത്തോളം ഞങ്ങൾക്ക് അറിയാം. അങ്കി ശരിയെ പറഞ്ഞു തരത്തില്ല. എന്നാ വിസിലടിച്ചു. ഞങ്ങൾക്ക് കേൾക്കാമേ വിസില്. നീയൊക്കെ എന്റെ അടുത്തെങ്ങും ഇല്ല, പിന്നെ എങ്ങനാ? എനിക്ക് വെച്ച് നിങ്ങളെ കാണാലോ, അടുത്തുണ്ടല്ലോ. അല്ല ഒരു മിനിറ്റ്, ഞാൻ നിന്റെയൊക്കെ അടിമയോ? നീയൊക്കെ പറയുമ്പോ വിസിലടിക്കാൻ? അത് ശരി. ഇവൻ ഒരുങ്ങി ഇറങ്ങിയേക്കുവാ. അത്രേ ഉള്ളൂ, ഒരുങ്ങി തന്നെ ഇറങ്ങിയേക്കുവാ. അത് വേറെ ഇതൊന്നുമില്ല. ഒരു കാര്യമില്ല മോനെ, കിട്ടത്തില്ല. കണ്ടുപിടിച്ചില്ലേ നീ കഴിവില്ലാത്തവൻ. ആകെ 20 സെക്കൻഡിൽ എങ്ങനെ എന്നെ കണ്ടുപിടിക്കണോ? നീയൊക്കെ കണ്ടുപിടിക്കടാ, കണ്ടുപിടിയടാ. 10 സെക്കൻഡ്. എന്റെ സോളോ വിനർ എവിടെ? എന്നെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇനി പറ്റത്തില്ല. 5 സെക്കൻഡിൽ ഒരിക്കലും നിനക്കെന്ന് എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. വാടാ, കയറി വാടാ മണ്ടന്മാരെ. മരത്തിനാണ് കയറി വാടാ മണ്ടന്മാരെ. നാളെ റെഡി ആയിക്കോ. എന്റെ അടുത്ത മാസ്മരിക പെയിന്റ് അടിയാ കാണാൻ പോകുന്നത്. എന്നെ പുഴിപ്പിക്കരുത്, എനിക്ക് അത്രേ പറയാൻ. പൊഴിപ്പിക്കും അത്രേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഡീല് വെക്കണം. ഞാൻ ചത്താൻ എന്നെ പൊഴിപ്പിക്കരുത്. എന്നെ കണ്ടുപിടിച്ചാ എന്നെ പൊഴിപ്പിക്കരുത്. അത് പറ്റത്തില്ല. എന്നെ പൊഴിപ്പിച്ച ഒരു പ്രശ്നമില്ല. ഓടാ, നേരത്തെ പാത്തിരുന്നിട്ട് എനിക്ക് ഇനി ഇരിക്കാൻ പറ്റത്തില്ല. നാണക്കേടാവും. കണ്ടുപിടിക്കും എന്നെ 100%. നേരത്തെ മരത്തിലല്ല ബിൽഡിംഗ് ആണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നി ഏതോ മരത്തിലായിരിക്കും. പോട്ടെ. ഇപ്പഴാണ് കറക്റ്റ് ആയത്. ഇനി ഈ ഒരു ഭാഗം പെയിന്റ് അടിക്കും. നോക്കട്ടെ. എല്ലാം കള്ളന്മാരാണ്. എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ ഇത്ര പെയിന്റ് അടിയിൽ എക്സ്പേർട്ട് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നെ അടിയാടാ ചെറുക്കൻ. എന്നെ ഒരു അടിയാവന്റെ ഒരു രക്ഷയില്ല. കാരണം എനിക്ക് കഷ്ടം തോന്നുന്നു. FTTയുടെ കാര്യം ആലോചിച്ചിട്ടാ കഷ്ടം. അതെ, എനിക്കും എന്റെ കാര്യം ആലോചിച്ചിട്ടാ കഷ്ടം. ഇവനെയൊക്കെ എവിടെ പോയി കണ്ടുപിടിക്കാനാ? ഞാൻ നടക്കുന്ന പണിയൊന്നും അല്ല FTT. നീ ഒന്നെങ്കിൽ നീ രാജിവെച്ച് പോകണം. നിങ്ങളുടെ ഒന്നും പേരേ കാണിക്കുന്നില്ലല്ലോടാ. ഇനി എന്നെ കിട്ടണമെങ്കിൽ ഒന്ന് പുളിക്കുന്നീ, കണ്ടുപിടിക്കണമെങ്കിൽ ഒന്ന് പുളിക്കുന്നീ. എവിടെ നിന്നും വെച്ചോണ്ട് വിസില് അടിച്ചോണ്ടേ ഇരിക്കുക. ഇത്ര എളുപ്പമുള്ള മാപ്പിൽ ഇതിൽ ആരെ വേണം നമുക്ക് കണ്ടുപിടിക്കും. ഈ മാപ്പിൽ നീ കണ്ടുപിടിച്ചില്ലെന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം പുഴിപ്പിക്കാവേ. ഞാൻ ഒരു റൗണ്ട് ഒന്ന് കഴിഞ്ഞോട്ടെ. ഓ ശരി, അടുത്ത ഞാനല്ലയോ ഹണ്ടർ, കാണിച്ചു തരാം.
സൈഡിൽ നിങ്ങക്ക് ഇതിപ്പോ ആ പാടം 113 സെക്കൻഡ് കൂടെ ഉള്ളൂ. ചെറിയ കണ്ടുപിടിച്ചോ, എന്റെ കാര്യം വീട് കിട്ടത്തില്ല. ഞാനങ്ങ് വെളിയിൽ ഇറങ്ങിയാലോ എന്നാലേക്ക്. ഈ പൊട്ടർ എന്നെ ഇവിടെ നിന്ന് കണ്ടുപിടിക്കത്തൊന്നുമില്ലടാ. ഇറങ്ങ് നോക്കട്ടെ, ഇറങ്ങ്. ഓ വെളിയിൽ ഇറങ്ങി വേറെ എവിടെയെങ്കിലും ഈസി ആയിട്ടുള്ളടത്ത് പാത്തിരിക്കാൻ പോവാ. ഞാൻ പന്ന പെയിന്റ് അടിച്ചിട്ട് ഇവൻ എങ്ങനെയും കണ്ടുപിടിക്കട്ടെ എന്നെ. ഇതെന്താടാ ഇങ്ങനെ? ഇതിനകത്ത് നമുക്ക് ക്യൂബ് ഒക്കെ ആയിട്ട് മാറാൻ പറ്റുമോ? അത് നിനക്കറിയോ? ക്യൂബാ? ആ അത് മനസ്സിലായില്ലേ? ചുമ്മാട്ടാ ബ്ലോക്ക് ആയിട്ട് മാറാൻ പറ്റും. ചുമ്മാ പറയുന്നടാ, നിന്നെ പൊട്ടനാക്കുവാടാ. നീ അല്ലേലേ പൊട്ടൻ, നീ അതൊന്നും വിശ്വസിക്കല്ലേ. അതൊക്കെ എങ്ങനെയാടാ ബ്ലോക്ക് ആയിട്ട് മാറുന്നത്? എടാ ഇത് മറ്റേ പീക്കബു അല്ല, മറ്റേ സാധനം അല്ല. അവൻ ബ്ലോക്ക് ആയിട്ട് ഇരുന്നിട്ടായി സംസാരിക്കുന്ന FTT നിന്നോട്. ഞാൻ ബ്ലോക്കാ? എടാ എന്തിനാണ് ഇങ്ങനെ? നീ ആ പാവ FTT പൊട്ടനാക്കാത് കേട്ടോ. 46 സെക്കൻഡ് കൂടെ പാവം പിടിച്ചവനെ പൊട്ടനാക്കാത്. കണ്ടോ കണ്ടോ, ബ്ലോക്കില് വെടിവെച്ച് നോക്കുന്നതാ. നമ്മള് പറയുമ്പോ എല്ലാം ടെസ്റ്റ് ചെയ്യണ്ടാ. ഇനിയിപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ആരാ പൊട്ടൻ എന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ആരാ പൊട്ടൻ? എടാ അങ്ങനല്ല, മനസ്സിലായോ? സർട്ടിഫിക്കറ്റ് ഉള്ള പൊട്ടനാണ് FTT. അഭയ ഇത് ശരിയല്ല, 25 സെക്കൻഡേ ഉള്ളൂ. നീയൊക്കെ എവിടെ ഇരിക്കുന്നടാ? 25 സെക്കൻഡ്. തോറ്റു. എന്റെ അടുത്താടാ. എടാ ഇവൻ എന്റെ അടുത്താടാ. ഇവൻ എന്റെ ഒരുപാട് അടുത്താടാ. പോയിന്റ് പോലും കാണിക്കുന്നില്ല. ആര് പറഞ്ഞു നീ എന്നെ തൊട്ടടുത്താ? ഞാനൊന്നില്ല, നിന്റെ കണ്ടുപിടിച്ചില്ലടാ. അയ്യേ വാ വാ, ഞാൻ എവിടെ വന്ന് കണ്ടു നോക്ക്. എന്റെ മാസ്റ്റർ പീസ് ഐറ്റം ഇവിടെ കിടപ്പുണ്ട്, ഒന്ന് കണ്ടു നോക്ക്. എന്നെ നോക്കി ഈ ഫയറിനോട് നോക്ക്. അകത്താ പുറത്താ? അകത്ത്. കള്ള വിടുക. വന്നൊന്ന് കണ്ടിട്ട് പോ കേട്ടോ. ആലോചിച്ച് വരുന്നത് നല്ല കാര്യം. എന്നിൽ നിന്ന് വിളിക്കാൻ നിങ്ങൾക്കൊക്കെ 56 സെക്കൻഡ് വെച്ചുണ്ട്. 56 അല്ല 60 സെക്കൻഡ് വെച്ചുണ്ട്. അയ്യോ എന്നിൽ നിന്ന് വിളിക്കാൻ നിനക്കൊക്കെ 60 സെക്കൻഡ്. എടാ ഞാൻ വേൾഡിന് പുറത്ത് പോയി. ഇല്ലേ വന്നു. നീ വേൾഡിന് പുറത്ത് പോയാലും നീ ഏത് പാതാളത്തിൽ പോയാലും നിന്നെ ഞാൻ പൊക്കിയിരിക്കും. അത്രക്കൊന്നുമില്ല കേട്ടോ. അതൊന്നും കാണാം കേട്ടോ ചെറിയ. അതൊന്നും കാണാം ചെറിയ. എന്നെ പിടിക്കൂടാ നീ പൊളിയല്ലടാ. സോപ്പിട്ടിട്ട് നിനക്ക് FTT കൊണ്ട് പിടിപ്പിക്കാനല്ലേ ആദ്യം. 20 സെക്കൻഡ് കൂടെ വേന്ന് എത്രയും പറ്റുന്ന ഒളിയില് പോയി ഒളിച്ചോ. കാരണം എന്താന്ന് വെച്ചാൽ അറിയാവേ, കളറും കൊണ്ട് ഞാൻ പ്രത്യേക കളി കളിക്കും. അവന്മാര് പോയി ഒളിച്ച അല്ലേ? കോൺസ്റ്റിപ്പേഷൻ അല്ലല്ല കോൺസ്റ്റിറ്റ്യൂഷൻ. ഓടാ അപ്പിക്കൊണ്ടി വരുവാ ഇപ്പം. സോളമനോ? എന്തായാലും വരുമോ? നീ എന്തായാലും വിളി, ഞാൻ ഇപ്പൊ വരും. വന്നു കഴിഞ്ഞാൽ നിന്റെ പണി ഇപ്പൊ പാളും. ഇത് അഭിമാന പ്രശ്നം. നമുക്ക് അയ്യോ ആരാടാ ഇരിക്കുന്നേ? ആരാടാ അത്? അയ്യോ അതാരാടാ? കഴിവട്ടവനെ അല്ലടാ ഏറ്റവും വലിയ കോമഡി എന്ന് പറയാം, പുള്ളിക്കാരൻ മണ്ണൊക്കെ വലിയ പെയിന്റ് അടിച്ചിട്ടുണ്ട്, പക്ഷെ ചെവിട്ടി പെയിന്റ് ഇല്ല. അതാ പ്രശ്നം. ചെവിട്ടി പെയിന്റ് ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം തീയിൽ ഒളിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി ഈ പ്രാവശ്യം പൂജ. സെന്ററിൽ നോക്കി അവനെ കിട്ടുമെന്നല്ലേ? സെന്റർ ഒഴിച്ച് ബാക്കി എല്ലായിടവും അരിച്ചു പെറുക്കി. ശരി, ഞാൻ വേണേ ഒരു ക്ലൂ അങ്ങ് തന്നേക്കെ. ഇനിയിപ്പോ 100 ആകുമ്പോ ക്ലൂ തരാം, എങ്ങാനും കണ്ടുപിടിച്ചാലും. ശരി, നീ വിസിലൊന്നും അടിച്ചില്ലേ? അങ്ങനെ ആരും കേട്ടോ. ശരി, ഞാനൊരു ക്ലൂ തരാം. ഒരു 100 ആവട്ടെ, അവൻ കണ്ടുപിടിച്ചാലും. മണ്ട നീന്റെ മണ്ടക്കാടാ, നിനക്ക് എന്താ? അവൻ നീന്റെ മണ്ടക്കാണ്. ഓരോ മരത്തിന്റെ മണ്ടയ്ക്കും നമ്മൾ നോക്കണോടാ. ഓരോ മരത്തിന്റെ മണ്ടയ്ക്കും നമ്മൾ അരിച്ച് പെറുക്കി വേണം നോക്കാൻ. നോക്ക് യാവടാന്ന് വെച്ചാ ഏതേലും ഒരു ബ്ലോക്കിന്റെ ഇടയിലായിരിക്കും അവനൊക്കെ കേറിയിരിക്കുന്നേ. ഒന്ന് വിസിലടിക്കാമോ? വിസിലാ? ഇതിന്റെ ഇടയിൽ വല്ലതും ഉണ്ടോടാ ഇവൻ? തമ്പി കീഴറങ്ങ്. എന്റെ പേരിലോട്ട് വേണം. തമ്പി കീഴറങ്ങ്. ഇവിടെ എന്തോരം പരിപാടിയാണ് കേട്ടോ. അണ്ണൻ വേണ്ടി വന്ന അവസാനം കണ്ടോ. സോളമനല്ലല്ലോ കണ്ടുപിടിച്ചത്. ഞാൻ കണ്ടുപിടിച്ചില്ല, അവനെ ഞാൻ കണ്ടുപിടിച്ചോണ്ടാണ് അവൻ നിന്നെ കണ്ടുപിടിച്ചത്. ഈ ഡയലോഗ് ഞാൻ നേരത്തെ അടിച്ചപ്പോ എന്നോട് എന്താ പറഞ്ഞത്? അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നതിലേക്ക് എല്ലാവർക്കും ബൈ.